പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ചൈന, ജപ്പാൻ രാജ്യങ്ങൾ സന്ദർശിക്കും. ടോക്കിയോയിൽ നടക്കുന്ന 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി, ടിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി എന്നിവയിൽ പങ്കെടുക്കാനാണ് മോദിയുടെ സന്ദർശനം. ട്രംപിന്റെ താരിഫ് ഭീഷണി കാറ്റിൽ പറത്തിയുള്ള മോദിയുടെ വിദേശ സന്ദർശനത്തിൽ ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ. കൂടാതെ മോദിയുടെ ചൈന സന്ദർശനം ട്രംപിന് അങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്നതാണ് സത്യം. ജപ്പാനിലേക്കുള്ള 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 1 വരെ മോദി ചൈനയിലെ ടിയാൻജിനിൽ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 50% തുടർന്ന് ഇന്ത്യ-US ബന്ധത്തിൽ വിള്ളൽ വീണ സാഹചര്യത്തിലാണ് മോദിയുടെ ചൈന, ജപ്പാൻ സന്ദർശനം. ഇതിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് 25% അധിക തീരുവയും ഉൾപ്പെടുന്നുണ്ട്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന നിരവധി നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ കഴിഞ്ഞ നവംബറിൽ റഷ്യയിലെ കസാനിൽ വെച്ച് കണ്ടിരുന്നെങ്കിലും 2018 ഷാങ്ഹായ് ഉച്ചകോടിക്ക് ശേഷം മോദി ചൈന സന്ദർശിച്ചിട്ടില്ല. 2020 ഗുൽവാനിലും തുടർന്ന് കിഴക്കൻ ലഡാക്കിലും ഇരു രാജ്യങ്ങളിലും സൈന്യങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായതിനെ തുടർന്നാണ് ബന്ധം വഷളായത്. എന്നാൽ SCO ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി മോദി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. കിഴക്കൻ ലഡാക്കിലെ അതിർത്തിയിലെ സ്ഥിതിഗതികൾ ലഘൂകരിക്കുന്നത് ഉൾപ്പെടെയുള്ള ഉഭയകക്ഷി ബന്ധങ്ങളിലെ പിരിമുറുക്കങ്ങൾ കൂടുതൽ ലഘൂകരിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ച് മോദിയും ഷിയും ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷ. തർക്കങ്ങൾക്കുള്ള അതിർത്തിയിൽ സംയുക്തമായി സമാധാനം നിലനിർത്തുക, അതിർത്തി വ്യാപാരം വീണ്ടും തുറക്കുക, നേരിട്ടുള്ള വിമാന സർവീസുകൾ എത്രയും വേഗം പുനരാരംഭിക്കുക എന്നിവ ഉൾപ്പെടുന്ന സുസ്ഥിരവും സഹകരണവും ഭാവിയിലേക്കുള്ളതുമായ ബന്ധത്തിനായുള്ള നിരവധി നടപടികൾ ന്യൂഡൽഹിയിലും ബീജിംഗും പ്രഖ്യാപിച്ചതിന് 3 ദിവസത്തിനു ശേഷമാണ് മോദിയുടെ ചൈന സന്ദർശനത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത്. 2017 മുതൽ ഇന്ത്യ SCOയിൽ അംഗമാണ്. 2022-23 കാലയളവിൽ SCOയുടെ കൗൺസിൽ ഓഫ് ഹെഡ്സിന്റെ അധ്യക്ഷ സ്ഥാനം ഇന്ത്യ വഹിച്ചു. SCO ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോദി അവസാനമായി ചൈന സന്ദർശിച്ചത് 2018 ജൂണിലാണ്. 2019 ഒക്ടോബറിൽ ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചിരുന്നു. പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിയുടെ 8ാമത്തെ ജപ്പാൻ സന്ദർശനമാണിത്. ഓഗസ്റ്റ് 29-30 തീയതികളിൽ ജപ്പാനിൽ പ്രധാനമന്ത്രി ഷിഗെരു ഇഷിബയുമായും മോദി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള പ്രത്യേക തന്ത്രപരവും ആഗോളപരമായ പങ്കാളിത്തം മോദിയും ഷിഗെരു ഇഷിബയും അവലോകനം ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സുരക്ഷ, വ്യാപാരം, പ്രതിരോധ, സമ്പദ്വ്യവസ്ഥ, സാങ്കേതിക വിദ്യ, നവീകരണം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും നിർണായകമായ കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്യും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല സൗഹൃദ ബന്ധം ഈ സന്ദർശനത്തോടെ ഊട്ടിയുറപ്പിക്കും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.